ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമുകൾക്കും PSC നടത്തുന്ന ഇപ്പോൾ ഇനി വരുന്ന LDC എക്സാമുകൾക്കൊക്കെ ഉള്ള സിലബസിൽ നമ്മൾ കണ്ട ഒരു പാർട്ടാണ് നബാർഡ്. അപ്പോൾ നബാർഡിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നബാർഡിനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നബാർഡിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം ആ പേരിൽ ഉള്ള നോക്കാം. നബാർഡ് അതിൻ്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അതാണ് നബാർഡ്. നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1982 ജൂലൈ 12 ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണെന്ന് ചോദിച്ചാൽ മുംബൈയിലാണ്. ഓക്കെ, ഈ നബാർഡ് മാനേജ് ചെയ്യുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 15 മെമ്പേഴ്സാണുള്ളത്. നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഇനിഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 100 കോടിയായിരുന്നു. അതായത് 50-50 കോൺട്രിബ്യൂഷൻ ആയിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും RBIയും. ഓക്കെ, എന്നാൽ ഇന്ന് നബാർഡ് പൂർണ്ണമായും ഓൺ ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. റൂറൽ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന നാഷണൽ ബാങ്ക് ആയിട്ടാണ് നബാർഡ് അറിയപ്പെടുന്നത്. നബാർഡിന് 7 ഡിപ്പാർട്ട്മെൻറ്റുകളും 31 റീജിയണൽ ഓഫീസസുകളുമാണുള്ളത്. റൂറൽ ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം നോക്കി കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത് നബാർഡിൻ്റെ ജോലിയാണ്. ഈ നബാർഡ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നബാർഡ് റെക്കമെൻഡ് ചെയ്തത് ക്രാഫിക്കാർഡ് കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ക്രാഫിക്കാർഡ് എന്ന് പറഞ്ഞാൽ കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെൻറ്റ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ്. ഈ കമ്മിറ്റിയുടെ ചെയർമാൻ B. ശിവരാമൻ ആണ്. ഈ നബാർഡ് ആക്ട് പാസ്സാവുന്നത് 1981 ഇൻസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് 82 റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നബാർഡാണ്. പ്രൈമറി അഗ്രികൾച്ചറൽ സൊസൈറ്റീസുകൾ ലോണുകൾ കൊടുക്കാറുണ്ട്, അത് റീഫിനാൻസ് ചെയ്യുന്നത് നബാർഡാണ്. നബാർഡിൻ്റെ ചെയർമാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. നോൺ ഓവർ ഡ്യൂ കവർ ഒരു കണ്ടീഷനാണ്, ഇത് സ്റ്റിബുലേറ്റ് ചെയ്യുന്നത് നബാർഡാണ്. 1982 നബാർഡിന് എന്ത് കിട്ടി? റൈറ്റ് ടു ഇഷ്യൂ റൂറൽ ക്രെഡിറ്റ് എന്ന അധികാരം കിട്ടി. അതിന് മുൻപേ RBIയിലായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ RBI ട്രാൻസ്ഫേർഡ് ഇറ്റ്സ് റൈറ്റ് ടു ഇഷ്യൂ റൂറൽ ക്രെഡിറ്റ് ടു നബാർഡ് ഇൻ 1982. ഇപ്പോഴ് നാഷണൽ അഗ്രികൾച്ചർ ആൻഡ് ക്രെഡിറ്റ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നബാർഡാണ്. അതിൻ്റെ പേര് എങ്ങോട്ട് മാറി? നാഷണൽ റൂറൽ ക്രെഡിറ്റ് ഫണ്ട് എന്ന് ആയി മാറി. നാഷണൽ റൂറൽ ക്രെഡിറ്റ് ഫണ്ട് ഈസ് യൂസ്ഡ് ബൈ നബാർഡ് ടു ഗീവ് ലോങ് ടേം ലോൺസ് ടു കോഓപ്പറേറ്റീവ്സ് ആൻഡ് ഓൾസോ ഫോർ പർച്ചേസിംഗ് ഡിബഞ്ചേഴ്സ് ഓഫ് SCARDB. നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് അല്ലെങ്കിൽ നാഷണൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? നബാർഡാണ്. നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് നബാർഡാണെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ്? ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം കോഓപ്പറേറ്റീവ്സുകൾക്ക് ആ രീതിയിൽ ലോണുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നബാർഡിൻ്റെ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. നബാർഡ് സ്പോൺസർ ചെയ്യുന്ന ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ബേർഡ് എന്ന് പറയും. ഈ ബേർഡിൻ്റെ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ലക്നൌവിലാണ്. ബേർഡിൻ്റെ ഫുൾ ഫോം പറയുകയാണെങ്കിൽ ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ്. ഇത് എവിടെയാണ്? ലക്നൌവിലാണ്. ഓക്കെ, നബാർഡിൻ്റെ 2 ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. ഒന്ന് ഇൻസ്പെക്ഷൻ, പിന്നെന്താ വികാസ് വോളണ്ടിയർ വാഹിനി. 1991 സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, അതിനെയാണ് SHG എന്ന് പറയുന്നത്. അപ്പം 1991 പ്രൊമോഷൻ ഓഫ് SGH എമംഗ് റൂറൽ ലോഞ്ച്ഡ് ബൈ നബാർഡ്. അപ്പം റൂറലിൻ്റെ ഇടയിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുടെ പ്രൊമോഷനൊക്കെ തുടങ്ങിയത് നബാർഡാണ്. ദെൻ കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം, നമുക്കറിയാം കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം, ഇത് ലോഞ്ച് ചെയ്തത് നബാർഡാണ്. എന്നാണ്? 1998. ദെൻ
ദ വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് സുരഫി ഈസ് പ്രൊവൈഡഡ് ബൈ നബാർഡ്. സുരഫിയുടെ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത് നബാർഡാണ്. ദെൻ വ്യാസ് കമ്മിറ്റി, അതായത് നബാർഡ് റൂറൽ ക്രെഡിറ്റ്, നബാർഡ് അപ്പോയിൻ്റ് ചെയ്ത ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയാണ് വ്യാസ് കമ്മിറ്റി. റൂറൽ ക്രെഡിറ്റിനെ കുറിച്ചൊക്കെ പഠിക്കേണ്ട 2000-ൽ. പിന്നെയോ 90% ഓഫ് ദി ഷെയർ ക്യാപിറ്റൽ ഓഫ് PCRDB വാസ് ഫിനാൻസ്ഡ് ബൈ നബാർഡ്. അപ്പോൾ PCRDBയിലെ 90% ഷെയർ ക്യാപിറ്റലും ഫിനാൻസ് ചെയ്യുന്നത് നബാർഡാണ്. നമ്മൾ പറഞ്ഞു സെൻറ്റർ ഫോർ പ്രൊഫഷണൽ എക്സലൻസ് ഇൻ കോപ്പറേറ്റീവ്സ്, അതാണ് എന്ത് ബേർഡ്, ലക്നൌവിലാണെന്ന് പറഞ്ഞു. അതായത് നബാർഡ് സ്പോൺസർ ചെയ്ത ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ് നബാർഡിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ നബാർഡിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നബാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു. ഇത് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1982 ജൂലൈ 12-നാണ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ മുംബൈയിലാണ്. നബാർഡിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മാനേജ് ചെയ്യുന്നത് 15 മെമ്പേഴ്സാണ്. നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് 100 കോടി, അതായത് 50-50 ആയിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും RBIയും. നബാർഡ് ഇന്ന് ഫുള്ളി ഓൺ ചെയ്യുന്നത് ആരാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. നബാർഡാണ് റൂറൽ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന നാഷണൽ ബാങ്ക്. നബാർഡിന് 7 ഡിപ്പാർട്ട്മെൻറ്റുകളും 31 റീജിയണൽ ഓഫീസസുകളുമാണുള്ളത്. ഇതിന് റൂറൽ ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഓപ്പറേഷൻസുകളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് നബാർഡാണ്. നബാർഡ് ഫോം ചെയ്തത് ക്രാഫി കാർഡ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. ക്രാഫി കാർഡ് എന്ന് പറഞ്ഞാൽ കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെൻറ്റ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ്. വി ശിവരാമനാണ് അതിൻ്റെ ചെയർമാൻ. നബാർഡ് ആക്ട് പാസ്സാവുന്നത് 1981-ലാണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നബാർഡാണ്. പ്രൈമറി അഗ്രികൾച്ചറൽ സൊസൈറ്റീസിന് ലോൺ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റീഫിനാൻസ് ചെയ്യുന്നത് നബാർഡാണ്. നബാർഡിൻ്റെ ചെയർമാനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. നോൺ ഓവർ ഡ്യൂ കവർ ഇസ് എ കണ്ടീഷൻ സ്റ്റിപുലേറ്റഡ് ബൈ നബാർഡ്. 1982-ലാണ് നബാർഡിന് എന്ത് ചെയ്യുന്നത്? റൈറ്റ് ടു ഇഷ്യൂ റൂറൽ ക്രെഡിറ്റ് എന്ന അധികാരം കിട്ടുന്നത്. അതിനു മുൻപേ അത് RBIക്കായിരുന്നു. ദെൻ പിന്നെയോ നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിൻ്റെ കസ്റ്റോഡിയൻ ആരാണ്? അതും നബാർഡായിട്ട് മാറി. ദെൻ നബാർഡിൻ്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ബേർഡ് എന്ന് പറയുന്നത്. ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് അറ്റ് ലക്നൗ, അത് ലക്നൌവിലാണ്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ നബാർഡിനെ കുറിച്ച് പറഞ്ഞത്.